ചിന്മയനീ മമ കന്മഷഹരണി പുൽത്തുടൈകൂ ഈ ഭുവനി കനിപോലും തവ ഭീഷണ നയനം സതതം ദർശനമേകണമേ. ചിന്മയനീ മമ കന്മഷഹരണി പുൽത്തുടൈകൂ ഈ ഭുവനി കനിപോലും തവ ഭീഷണ നയനം സതതം ദർശനമേകണമേ. ശ്രീ വിളങ്ങിടും വിമല ജനീഷ ആനന്ദ പാലകാനന്ദരൂപ. ശ്രീ വിളങ്ങിടും വിമല ജനീഷ ആനന്ദ പാലകാനന്ദരൂപ. അന്തർദേശീയ വ്യാപാരം നടത്തുന്ന ആ സോർ പ്രഭുവിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ്? ലൂസിഫറിന്റെ, സാത്താന്റെ ആത്മാവാണ്. ഈ ആഗോളവൽക്കരണത്തിന്റെ പിറകിൽ ആരാണ്? ഈ സോർ രാജാവിന്റെ, നമ്മൾ കണ്ടതുപോലെ സോർ രാജാവിന്റെ, യെസ്, എ കിങ് ഓഫ് സോർ ആത്മാവാണ്. ഇത് ഒരു സത്യം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ലോക ഭരണകർത്താക്കളുടെ പിറകിൽ വ്യാപരിക്കുന്നു ഈ പൈശാചികന്റെ ആത്മാവ്. എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം അവന്റെ ഇംഗിതം നിവർത്തിക്കുവാൻ കാര്യങ്ങൾ മുന്നോട്ട് നടത്തുകയാണ്. ഹൂ ഇസ് ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്? ഇന്ന് കാണുന്ന ലോക രാഷ്ട്രീയത്തിന്റെ പിറകിൽ, ഈ പല തീരുമാനങ്ങളുടെ പിറകിൽ, ഈ ഗേ റൈറ്റ്സിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും, ഈ ആഗോളവൽക്കരണത്തിന്റെ തീരുമാനം എടുക്കുന്നതും, ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി രാജ്യങ്ങൾ തുറന്നു കൊടുക്കുന്നതും, ഇതിന്റെയൊക്കെ പിറകിൽ ആരാണ്? ഈ വചനത്തിൽ വെളിപ്പെടുത്തിയതുപോലെ പൂർവാരികൾ നിങ്ങൾ നോക്കിയോ, നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നു, ഇതിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് സേറ്റനാണ്. ഇതിനു വേണ്ടിയാണ് വചനത്തിലൂടെ നമ്മൾ കണ്ടതുപോലെ അധർമ്മത്തിന്റെ മർമ്മമാണിത്. ദിസ് ഇസ് ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി. ഇൻ ഓർഡർ ടു ബ്രിങ് ദ മാൻ ഓഫ് ഇനിക്വിറ്റി, ആ മനുഷ്യനെ കൊണ്ടുവന്ന് ചരിത്രത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് സാത്താൻ, പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. ഈ ആഗോളവൽക്കരണത്തിന്റെ പുറകിൽ ആരാണ്? ഈ ആഗോളവൽക്കരണത്തിന്റെ പുറകില് സാത്താനാണ്, സേറ്റനാണ്. ഇന്നത്തെ ആഗോളവൽക്കരണത്തിന്റെ പുറകിൽ സേറ്റനാണ്. He is behind it. അവൻ അതിന്റെ പുറകിലുണ്ട്. നമ്മൾ ഈ 18-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ, വെളിപ്പാട് 18, നമ്മൾ അവിടെ കാണുന്നത് അതാണ്. 17, 13 അധ്യായങ്ങളിൽ കാണുന്നു, സാത്താൻ തന്റെ സിംഹാസനവും അധികാരവും അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഭരണകർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. വലിയ അധികാരം, വലിയ വാക്കുകൾ നമ്മൾ കണ്ടു. അവന്റെ വലിയ വാക്കുകളും അവന്റെ വലിയ അധികാരവും. ഈ ലോകത്തിന്റെ പ്രഭുവാണ് സാത്താൻ. അതിന്റെ ആ ഭരണത്തിന്റെ അധികാരം അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ആഗോളമായി ഭരണം നിയന്ത്രിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രം ലോകത്തിൽ വരും. ആ വ്യാപാരത്തിന്റെ മുന്നോടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ WTOയുടെ ആവിർഭാവവും 2001 പുതിയൊരു ലോക വാണിജ്യ വ്യവസ്ഥിതി ഒപ്പുവെച്ച് ലോകരാജ്യങ്ങൾ അതിരുകൾ തുറന്നുകൊടുത്ത് ഈ എസെക്കിയേൽ 26, 27, 28 കണ്ടതുപോലെ ഒരു അന്തർദേശീയ വ്യാപാരത്തിന് വേണ്ടി രാജ്യങ്ങളും ഈ വ്യാപാരികളും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ കാണുകയാണ്. നമ്മൾ അന്തിക്രിസ്തു എന്ന വ്യക്തിയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം പഠിച്ചപ്പോൾ ഓർത്തു, ഇത് പഠിക്കുന്നതിനെതിരായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എത്രയോ ദിവസങ്ങളായി ഈ അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്തെ കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകൾ പഠിക്കുകയാണ്. വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ വളരെ വ്യക്തമായി നമുക്കിത് ബോധ്യമാക്കി തന്നിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ യോഹന്നാനും വളരെ വ്യക്തമായി അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും മാത്രമല്ല നമ്മുടെ കർത്താവും അവന്റെ വരവിനെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയപ്പോൾ 100-ലധികം വാക്യങ്ങളിലൂടെ അന്തിക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ബൈബിളിൽ വെളിപ്പെടുത്തി തന്നപ്പോൾ നാം അത് പഠിക്കാതെ വിടുകയാണെങ്കിൽ നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം വേണ്ട എന്ന് നമ്മൾ വെക്കുകയാണ്. നമ്മൾ പഠിച്ചു വളരെ പരമപ്രധാനമായി അന്തിക്രിസ്തുവിനെ അവതരിപ്പിക്കുവാൻ സാത്താന്റെ, വഞ്ചകനായ സാത്താന്റെ, സകല കാപട്യത്തിന്റെയും ഉറവിടമായ സാത്താൻ, ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ കാപട്യം അവൻ അവതരിപ്പിക്കാൻ പോകുന്ന അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു ആയിരിക്കും. നമ്മൾ ഓർത്തു, ക്രിസ്തുവിന് പകരം അല്ലെങ്കിൽ ക്രിസ്തുവിനോട് എതിർക്കുന്നവൻ ആ വിധത്തിൽ ക്രിസ്തുവിന് പകരമായി ലോകത്തിൽ കൊണ്ട് അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ വ്യക്തിയെ. ആ വ്യക്തിയെ അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്ന് അവതരിപ്പിച്ചാലൊന്നും ആളുകൾ സ്വീകരിക്കില്ല. എന്നാൽ ആ വ്യക്തിയെ ലോകം സ്വീകരിക്കത്തക്കവണ്ണം ലോകത്തെ ഒരുക്കിയെടുക്കുകയാണ് സാത്താൻ എന്ന്. ആ ഒരുക്കിയെടുക്കുന്ന വസ്തുതയുടെ പേരാണ് അധർമ്മത്തിന്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി. നമ്മൾ ഓർത്താൽ, ചിന്തിച്ചാൽ ഓർക്കും ഇതൊക്കെ നോർമൽ തിങ് ആണ്. എന്നാൽ ലോകരാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇരുട്ടിന്റെ വളർച്ച ആക്ച്വലി അത് ഈ അന്തിക്രിസ്തുവിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. തിരുവചനത്തിൽ നമ്മൾ വായിച്ചതും പഠിച്ചതും പോലെ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുക.
ഈ വസ്തുതകൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതിന്റെ വളരെ പ്രധാനമായ ഒരു ഉദ്ദേശം, ദൈവജനം ഈ വ്യാപരിക്കുന്ന അധർമ്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാനും വിലയിരുത്താനും അവർക്ക് കഴിയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതുപോലെ ഇന്നത്തെ ഒരു ഏകലോക ഗവൺമെന്റിനുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു ലോകത്തിന്റെ ഭരണകർത്താവായി മടങ്ങി വരും. അവൻ രാജാവായി തീരും. അവൻ ലോകത്തിന്റെ ഭരണകർത്താവായി മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിന് പകരം ആന്റി ക്രൈസ്റ്റ്, one who is against Christ or one is in the place of Christ, ക്രിസ്തുവിന് പകരം ഈ സാത്താൻ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ് മറ്റൊരു വ്യക്തിയെ. ഇവനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് മതമുണ്ട്, ഇതിനകത്ത് ഭൗമിക അല്ലെങ്കിൽ എക്കണോമി ഉണ്ട്, ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. ഈ 3 വസ്തുതകൾ ഇതിനകത്ത് മേർജ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഓർപ്പിച്ചു, 3 നദികൾ വന്ന് ഒരു നദിയായി തീരുന്നത് പോലെ ലോകത്തിന്റെ മതം, അതുപോലെ ലോകത്തിന്റെ സാമ്പത്തികം, ലോകത്തിന്റെ രാഷ്ട്രീയം, ഈ 3 നദികൾ മേർജ് ചെയ്ത് ഒരു നദിയായി മാറും. ആ നദിയുടെ പേരാണ് ആഗോളവൽക്കരണം അല്ലെങ്കിൽ വൺ വേൾഡ് ഗവൺമെന്റ്. നമ്മൾ ഓർത്തതുപോലെ ക്രിസ്തു ഒരു ലോകത്തിന്റെ അധിപനായി തീരുന്നത് പോലെ സാത്താൻ കൊണ്ട് അവതരിപ്പിക്കുകയാണ് അന്തിക്രിസ്തുവിനെ ഏകലോക ഭരണകർത്താവായി. എന്നാൽ അവനെ ഭരണകർത്താവാക്കി തീർക്കണമെങ്കിൽ നമ്മൾ ഓർത്തു, അധർമ്മത്തിന്റെ മർമ്മം പ്രത്യേകിച്ച് കാലത്തിന്റെ അന്ത്യത്തിൽ വന്നപ്പോൾ ഇത് ശക്തമായി വ്യാപരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതുള്ള ബന്ധത്തിൽ പഠിച്ചത്, ഇന്നത്തെ കമ്പ്യൂട്ടർവൽക്കരണവും അതുപോലെ ഇന്റർനെറ്റിന്റെ ആവിർഭാവവും ഒക്കെ വളരെ വ്യക്തമായ തിരുവചനത്തിൽ കണ്ടതുപോലെ അവൻ ലോക ജനതയെ ഒരു നമ്പർ കൊടുത്ത് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുക്കുകയാണ് എന്ന് നമ്മൾ കണ്ടു. ഞാൻ അതുള്ള ബന്ധത്തിൽ എന്റെ പഠനം വീണ്ടും തുടരുകയാണ്. നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വേണമെങ്കിൽ ചിന്തിക്കാം. നിങ്ങൾക്ക് അല്പസമയം കൂടുതൽ ഡിസ്കഷന് വേണ്ടി തരാം. എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ചിന്തിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബൈബിളിൽ ശ്രദ്ധിക്കുമ്പോൾ ബൈബിളില് ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ബൈബിളിൽ ഒന്നും പുതുതായി വരുന്നില്ല, ഉണ്ടായിരുന്നതാണ് ഉണ്ടാകുവാനുള്ളതെന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. വേദപുസ്തകത്തിലൊന്നും അവിചാരിതമായിട്ട് രേഖപ്പെടുത്തത്തില്ല. ഞാൻ ആ വാക്യം എടുത്ത് തന്നോ എന്ന് എനിക്കറിയത്തില്ല. സഭാപ്രസംഗം ഒന്ന് എടുത്താട്ടെ, എക്ലിയാസിസ്റ്റ്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഒരു കാര്യം ഞാൻ ഈ ആഗോളവൽക്കരണത്തോളം ബന്ധത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട്. സഭാപ്രസംഗി 1-ാം അധ്യായം നോക്കാം. എക്ലിയാസിസ് ചാപ്റ്റർ 1. അതിന്റെ സഭാപ്രസംഗി 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. വളരെ അധികം നോട്ട് ചെയ്യേണ്ട ഒരു വാക്യമാണ്. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു, സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഈ വാക്യം ശ്രദ്ധേയമായൊരു വാക്യമാണ്. അനേക വിഷയങ്ങളോട് ബന്ധത്തിൽ ഇത് പഠിക്കാനായിട്ട് സാധിക്കും. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ചത് തൊട്ട് ഈ വിഷയത്തോളം ബന്ധത്തിൽ പഠിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോളം ബന്ധത്തിലും ദിസ് ഇസ് ട്രൂ. ഇത് ആര് പറയുന്നതാ? ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതാണ്, ചെയ്ത് കഴിഞ്ഞത് ചെയ്യുവാനുള്ളതാണ്, സൂര്യന് കീഴിൽ ഒന്നും പുതുതായി വരുന്നില്ല. ഇത് ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ 1-2 വാക്യങ്ങൾ കൂടെ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ അതുകൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ആവർത്തന പുസ്തകം 32 നോക്കിയാട്ടെ. ഡ്യൂട്ടോണമി ചാപ്റ്റർ 32. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. പൂർവ്വ ദിവസങ്ങളെ ഓർത്തുകൊള്ളുക, തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക, നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും, നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. പൂർവ്വ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ റിമെമ്പർ ദ ഡേയ്സ് ഓഫ് ഓൾഡ്. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊള്ളണം. കാരണം ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതാ, ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതാണ്. ഒരു വാക്യം കൂടെ ഞാൻ കാണിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം എടുത്താട്ടെ. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം, ഐസയ ചാപ്റ്റർ 46, 46-ന്റെ 9 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ആ വാക്കുണ്ടോ? പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറെ ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഇവിടെയും എടുത്തു പറഞ്ഞു, പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളും. റിമെമ്പർ ദ ഫോർമർ തിങ്സ് ഓഫ് ഓൾഡ്. വചനത്തിൽ ആവർത്തിച്ച് നമ്മോട് പറയുകയാണ്, പൂർവ്വകാര്യങ്ങളെ നിങ്ങൾ ഓർത്തോണം, മറക്കരുത്. വീണ്ടും നമ്മൾ ഓർക്കണം, സഭാപ്രസംഗം 1-9 പറഞ്ഞത് ഉണ്ടായിരുന്നത് ഉണ്ടാകാനുള്ളതാ, ചെയ്തു കഴിഞ്ഞതാ ചെയ്യുവാനുള്ളത്, ഒന്നും പുതുതായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോളം ബന്ധത്തിലും എനിക്ക് സെയിം തോട്ട് കടന്നു വന്നു. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 17-18 അധ്യായം. നമ്മൾ 17-ാം അധ്യായം ഒന്ന് ചിന്തിച്ചതാണ്, 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയതാണ്. അന്തിക്രിസ്തുവിന്റെ വ്യാപാര തലസ്ഥാനമായ 18-ാം അധ്യായം, ബാബിലോൺ പട്ടണം വീണ്ടും പണിയപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു.
ഞാൻ ആ വിഷയം ആവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിളിൽ 3 അധ്യായങ്ങൾ ഈ വിഷയം പഠിപ്പിച്ചു തരാൻ പൂർവ്വകാര്യങ്ങളുള്ള ബന്ധത്തിൽ ഒരു ആഗോളവൽക്കരണത്തിന് അടിമപ്പെട്ട ഒരു പട്ടണത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ചരിത്രം കിടപ്പുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തതാണ്, എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓടിച്ച് എടുത്തതാണോ അല്ലയോ തന്നെ എനിക്ക് ഷുവർ അല്ല. എസെക്കിയേൽ പ്രവചനം 26, 27, 28 3 അധ്യായത്തിൽ ഇത് നിരത്തിയിട്ടിരിക്കുക. നമ്മൾ ഓർക്കണം, ദൈവം ഒരു വിഷയം നമുക്ക് പറഞ്ഞു തരാൻ 3 അധ്യായം എടുത്തിരിക്കുക. അപ്പം ദൈവം നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങൾ പൂർവ്വകാര്യങ്ങൾ ഓർത്തോണം. ഇങ്ങനെ പൂർവ്വകാര്യങ്ങൾ ഓർക്കാൻ പറഞ്ഞിട്ട്, പണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പട്ടണത്തെ കുറിച്ച് 3 അധ്യായത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ ഓർത്തതുപോലെ എസെക്കിയേൽ പ്രവചനം 26-ാം അധ്യായം, 27-ാം അധ്യായം, 29-ാം അധ്യായം വളരെ കുറച്ച് പ്രസംഗങ്ങളെ, പഠനങ്ങളെ നമ്മൾ അവിടെ നിന്ന് കേട്ടിട്ടുള്ളൂ. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോളം ബന്ധത്തിൽ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്താ ഈ ഭാഗം നോക്കുക. മെഡിറ്ററേനിയൻ കടൽ, ഈ മെഡിറ്ററേനിയൻ കടലിലെ തീരത്താണ് ലെബനോൻ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ഇന്നത്തെ പേരോട് ഓർപ്പിക്കുന്നത് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. ഈ ലെബനോനില് സോരും സീദോനും, ടയർ ആൻഡ് സൈഡോൺ. ടയർ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്, സോർ എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ഈ സോർ എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ചാണ് ഈ എസെക്കിയേൽ 26, 27, 28 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. സോർ എന്ന് പറയുന്ന പട്ടണം, ആ പട്ടണം മെഡിറ്ററേനിയൻ കടലിൽ ലെബനോനിലുള്ള ഒരു പട്ടണമാണ്. അന്നത്തെ കാലത്തെ ലെബനോൻ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല. ഈ ടയർ എന്ന് പറയുന്നത് ഒരു പട്ടണമാണ്, ഒരു വ്യാപാര കേന്ദ്രമാണ്. ഫിനീഷ്യൻ കപ്പലുകളൊക്കെ നങ്കൂരമടിച്ച് കിടക്കുന്ന അന്നത്തെ കാലത്തെ, പുരാതന കാലത്തിലെ ഒരു വലിയ വ്യാപാര കേന്ദ്രമാണ് സോർ എന്ന് പറയുന്നത്. ഈ സോരിൽ നിന്ന് വ്യാപാരം പോകുന്നത്, ദൈവം ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്തിനാ? 27-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഈ സോര് വ്യാപാരം ചെയ്തത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 12 തൊട്ട് നിങ്ങൾ വായിച്ചാൽ അതിന്റെ ഏതാണ്ട് 25, 26 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ, അങ്ങനെ വലിയൊരു റിസർച്ച് ചെയ്ത് പഠിക്കാൻ കഴിയും. ഒരു മാപ്പ് എടുത്ത് വെച്ച് പുരാതന പേരുകൾ എടുത്ത് ഇന്നത്തെ പേരോട് ചേർത്തൊക്കെ നോക്കിയാൽ യൂറോപ്പ്, റഷ്യയുടെ പ്രദേശം, ഗ്രീസ്, മെഡിറ്ററേനിയൻ, അറേബ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ടയറിൽ നിന്ന് ലോകവ്യാപകമായ കപ്പലുകളിൽ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് ഈ സോർ. വളരെ ധനിക എന്ന് പറഞ്ഞാൽ വളരെ സമ്പത്തായി. പ്രത്യേകിച്ച് നെബൂഖദ്നേസർ രാജാവ് വന്ന് ജെറുസലേം പിടിച്ചടക്കിയപ്പോൾ, അത് മറ്റൊരു തുറമുഖമാണ്, അവിടെ വ്യാപാരം നടക്കുന്നു. അവിടെ നിന്ന് അത് പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ സോര് പറയുകയാണ്, ഞാൻ കുറച്ചുകൂടെ സമ്പന്നയാകും. കാരണം എന്നാ? ഈ ജെറുസലേം പിടിക്കപ്പെട്ടു. ഇവിടെ നമ്മൾ 27-ാം അധ്യായത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒരു പഠനം നടത്തിക്കൊള്ളുക. 12-ാം വാക്യത്തിൽ തർശീശ് കപ്പലുകൾ ബ്രിട്ടീഷ് കപ്പലുകളാണ്. അപ്പൊ യൂറോപ്പിൽ നിന്നുള്ള വ്യാപാരം തുടങ്ങി. നിങ്ങൾ താഴോട്ട് വായിച്ചാൽ ഈ പേരുകൾ ഇങ്ങനെ രാജ്യങ്ങളുടെ പറയുകയാണ്. ഇവിടെ അറേബ്യൻ രാജ്യങ്ങള് 21-ാം വാക്യം, അറബികളും ഖേദർ പ്രഭുക്കന്മാര്, ഷെബ, യമൻ 22-ാം വാക്യം. ഇങ്ങനെ അനേക രാജ്യങ്ങളുടെ പേരുകൾ, അനേക ദ്വീപുകൾ ഈ പട്ടണത്തോടുള്ള ബന്ധത്തിൽ വ്യാപാരം ചെയ്യും. അന്തർദേശീയ വ്യാപാരം. നിങ്ങൾ ഇനി ഈ അധ്യായം എടുത്തു വെച്ചിട്ട് വെളിപ്പാട് ദിവസം 18-ാം അധ്യായം ഒന്ന് ചേർത്ത് നോക്കിയേ. സെയിം തിങ്. കപ്പലുകളിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ വ്യാപാര കേന്ദ്രമായ ഈ പട്ടണം. വലിയ വ്യാപാരമാണ്. 18-ാം അധ്യായം. ബാബിലോൺ പട്ടണം, മർമ്മം മഹ്ദിയാൻ ബാബിലോൺ അല്ല. പക്ഷെ നമ്മൾ ഓർത്തതുപോലെ മതവും ഈ സമ്പത്തും സാമ്പത്തികം, എക്കണോമിയും രാഷ്ട്രീയവും കൂടെ ഒന്നിക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജാണ് അന്തിക്രിസ്തുവിന്റെ ഭരണകാലം. ഈ 17-ാം അധ്യായത്തോട് ചേർത്ത് 18-ാം അധ്യായം വരാൻ കാരണം അതാണ്. 17-ാം അധ്യായം മർമ്മം മഹ്ദിയാൻ ബാബിലോൺ, അത് മതമാണ്. 18-ാം അധ്യായം ബാബിലോൺ പട്ടണമാണ്, വ്യാപാര തലസ്ഥാനമാണ്. അത് ഇറാഖിൽ പുതുക്കിപ്പണിയേണ്ടതാണ്. വലിയ വ്യാപാരത്തിന്റെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, ഒരു അന്തർദേശീയ വ്യാപാരം, ആഗോളമായ വ്യാപാരം. ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ എടുത്തു കാണിക്കാനാണ് ഈ 3 അധ്യായങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിച്ചത്. 26-ാം അധ്യായത്തിൽ വരുമ്പോൾ 26-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു വാക്ക് പ്രത്യേകം നോക്കിയാട്ടെ. 2-ാം വാക്യം. മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി, ജാതികളുടെ വാതിലായിരുന്നു അവൾ തകർന്നുപോയി, അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായിരിക്കുന്നു, ഞാൻ നിറയും എന്ന് സോർ പറയുന്നു. അതായത് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം പിടിച്ചപ്പോൾ ഇത് കുറച്ചുകൂടെ എന്റെ ബിസിനസിനെ സഹായിക്കും, ഞാൻ കുറച്ചുകൂടെ നിറയുമെന്ന് സോർ പറയുകയാണ്, ടയർ പറയുകയാണ്. അതൊരു പട്ടണമാണ്. ഇവിടെ 27-ാം അധ്യായം നോക്കിയാട്ടെ. 2-ാം വാക്യം. മനുഷ്യപുത്ര, നീ സോറിനെ കുറിച്ചൊരു വിലാപം തുടങ്ങണം. അതും വീണ്ടും പട്ടണമാണ് സോറിനെ കുറിച്ച്. ഇനി 28-ാം അധ്യായം നോക്കിയാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായെന്നാൽ, മനുഷ്യപുത്ര,
നീ സോർ പ്രഭുവിനോട് പറയണം. പ്രിൻസ്, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ സോറിനെ ഭരിക്കുന്ന രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഇനിയും പ്രിയപ്പെട്ട നിങ്ങൾ കണ്ടോണം, 2 അധ്യായത്തിൽ ആ സോർ എന്ന് പറയുന്ന അന്തർദേശീയ വ്യാപാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് 28-ാം അധ്യായത്തിൽ ദൈവം സംസാരിക്കുന്നത് സോര് പ്രഭുവിനോടാണ്, ദ പ്രിൻസ് ഓഫ് ടയർ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ പട്ടണത്തെ നിയന്ത്രിക്കുന്ന രാജാവിനോട് സംസാരിക്കുകയാണ്. പക്ഷേ ദൈവം നമുക്ക് കുറച്ചുകൂടെ വെളിപ്പാട് തന്നു. അതിന്റെ 11-12 നോക്കിയാട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങണം. സോർ പ്രഭു അല്ല, സോർ രാജാവ്. സോർ പ്രഭു സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. സോർ രാജാവ് ആരാണ്? നമ്മൾ 11 തൊട്ടുള്ള വാക്യം താഴോട്ട് നോക്കിയാട്ടെ. ദൈവം വളരെ വ്യക്തമായി 13-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. 14-ാം വാക്യം, നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതമായ ഇരുത്തിയിരുന്നു. നിന്നെ 17-ാം വാക്യം, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരെ കുറിച്ചായി പറയുന്നത്? സാത്താനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ വെളിപ്പെടുത്തി തരുന്നത്? അവിടെ അന്തർദേശീയ വ്യാപാരം നടത്തുന്ന ആ സോർ പ്രഭുവിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ്? ലൂസിഫറിന്റെ, സാത്താന്റെ ആത്മാവാണ്. ഈ ആഗോളവൽക്കരണത്തിന്റെ പുറകിൽ ആരാണ്? ഈ സോർ രാജാവിന്റെ, നമ്മൾ കണ്ടതുപോലെ സോർ രാജാവിന്റെ, യെസ്, എ കിങ് ഓഫ് സോർ ആത്മാവാണ്. ഇത് ഒരു സത്യം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ലോക ഭരണകർത്താക്കളുടെ പുറകിൽ വ്യാപരിക്കുന്നു ഈ പൈശാചികന്റെ ആത്മാവ്. എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം അവന്റെ ഇംഗിതം നിവർത്തിക്കുവാൻ കാര്യങ്ങൾ മുന്നോട്ട് നടത്തുകയാണ്. ഹൂ ഇസ് ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്? ഇന്ന് കാണുന്ന ലോക രാഷ്ട്രീയത്തിന്റെ പുറകിൽ, ഈ പല തീരുമാനങ്ങളുടെ പുറകിൽ, ഈ ഗേ റൈറ്റ്സിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതും, ഈ ആഗോളവൽക്കരണത്തിന്റെ തീരുമാനം എടുക്കുന്നതും, ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടി രാജ്യങ്ങൾ തുറന്നു കൊടുക്കുന്നതും, ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ്? ഈ വചനത്തിൽ വെളിപ്പെടുത്തിയതുപോലെ പൂർവാരികൾ നിങ്ങൾ നോക്കിയോ, നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നു, ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് സേറ്റനാണ്. ഇതിനു വേണ്ടിയാണ് വചനത്തിലൂടെ നമ്മൾ കണ്ടതുപോലെ അധർമ്മത്തിന്റെ മർമ്മമാണിത്. ദിസ് ഇസ് ദ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി. ഇൻ ഓർഡർ ടു ബ്രിങ് ദ മാൻ ഓഫ് ഇനിക്വിറ്റി, ആ മനുഷ്യനെ കൊണ്ടുവന്ന് ചരിത്രത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് സാത്താൻ, പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ. ഈ ആഗോളവൽക്കരണത്തിന്റെ പുറകിൽ ആരാണ്? ഈ ആഗോളവൽക്കരണത്തിന്റെ പുറകില് സാത്താനാണ്, സേറ്റനാണ്. ഇന്നത്തെ ആഗോളവൽക്കരണത്തിന്റെ പുറകിൽ സേറ്റനാണ്. He is behind it. അവൻ അതിന്റെ പുറകിലുണ്ട്. നമ്മൾ ഈ 18-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ, വെളിപ്പാട് 18, നമ്മൾ അവിടെ കാണുന്നത് അതാണ്. 17, 13 അധ്യായങ്ങളിൽ കാണുന്നു, സാത്താൻ തന്റെ സിംഹാസനവും അധികാരവും അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഭരണകർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. വലിയ അധികാരം, വലിയ വാക്കുകൾ നമ്മൾ കണ്ടു. അവന്റെ വലിയ വാക്കുകളും അവന്റെ വലിയ അധികാരവും. ഈ ലോകത്തിന്റെ പ്രഭുവാണ് സാത്താൻ. അതിന്റെ ആ ഭരണത്തിന്റെ അധികാരം അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ആഗോളമായി ഭരണം നിയന്ത്രിക്കുന്ന ഒരു വ്യാപാര കേന്ദ്രം ലോകത്തിൽ വരും. ആ വ്യാപാരത്തിന്റെ മുന്നോടിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ WTOയുടെ ആവിർഭാവവും 2001 പുതിയൊരു ലോക വാണിജ്യ വ്യവസ്ഥിതി ഒപ്പുവെച്ച് ലോകരാജ്യങ്ങൾ അതിരുകൾ തുറന്നുകൊടുത്ത് ഈ എസെക്കിയേൽ 26, 27, 28 കണ്ടതുപോലെ ഒരു അന്തർദേശീയ വ്യാപാരത്തിന് വേണ്ടി രാജ്യങ്ങളും ഈ വ്യാപാരികളും ഒന്നിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ കാണുകയാണ്. ദൈവമക്കളായി നമ്മൾ ഈ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നത് മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പുരാതന റോമൻ സാമ്രാജ്യം AD 476 നശിച്ചു പോയതാണ്. ആ റോമൻ സാമ്രാജ്യത്തെ ഒന്നിപ്പിക്കുവാൻ അനേകർ ശ്രമിച്ചു നോക്കി. ഹിറ്റ്ലർ ശ്രമിച്ചു നോക്കി, ചാൾമേൻ ശ്രമിച്ചു നോക്കി, നെപ്പോളിയൻ ശ്രമിച്ചു നോക്കി, ലോകത്തിലെ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രമിച്ചു നോക്കി. എന്നാൽ ഒരു കാര്യം എന്റെ കേൾവിക്കാർ ഓർക്കണം, യൂറോപ്പ് ഒന്നിക്കില്ല ഒരു കാരണത്താലും. എന്താ കാരണം? യൂറോപ്പ് ഒരു കാരണവശാലും ഒന്നിക്കാത്തതിന്റെ കാരണം എന്നാ? യൂറോപ്പ് തമ്മിൽ വിശ്വസിക്കില്ല. യൂറോപ്യൻസ് ആണ് 1, 2 ലോകയുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ജർമ്മനിയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും യൂറോപ്പ് അന്യോന്യം കൊന്നൊടുക്കി. യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ ഒരു നിവൃത്തിയുമില്ലേ. എന്നാൽ ജീൻ മോണറ്റ് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയന്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ജീൻ മോണറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഫ്രാൻസിലുള്ള അദ്ദേഹം പറഞ്ഞു, യൂറോപ്പിനെ ഒന്നിപ്പിക്കുവാൻ മറ്റ് യാതൊരു മാർഗവുമില്ല. യൂറോപ്പിനെ ഒന്നിപ്പിക്കണമെങ്കിൽ താൻ പറഞ്ഞു പട്ടാളത്തിന് അവരെ ഒന്നിപ്പിക്കുവാൻ നിവൃത്തിയില്ല. എന്നാൽ യൂറോപ്പ് ഒന്നിപ്പിക്കണമെങ്കിൽ ഇൻഡസ്ട്രീസും മോണിറ്ററിയും എന്ന് പറഞ്ഞാൽ മോണിറ്ററി എന്ന് പറഞ്ഞാൽ പണം, അവർക്ക് നാണയം ഒന്നാക്കണം, അതുപോലെ തന്നെ വ്യാപാരം ഒന്നാക്കണം. ജീൻ മോണറ്റാണ് പറഞ്ഞത്. ഇന്ന് യൂറോപ്പ് ഒന്നിക്കുന്നത് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒരു വെടിവെക്കാതെ, ഒരു പ്രൊപ്പഗാൻഡ നടത്താതെ, ഒരു എതിർപ്പും വെക്കാതെ യൂറോപ്പ് ഒന്നിക്കുകയാണ്.
ഓരോ ദിവസം കഴിയുമ്പോൾ യൂറോപ്പ് ഒന്നിച്ച് അതിന്റെ പടികൾ ചവിട്ടി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് 10-25 രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയനിൽ. അതിൽ ഏതാണ്ട് 12-13 രാജ്യങ്ങളെ ഉള്ളൂ ഈ യൂറോ എന്ന് പറയുന്ന കറൻസി അംഗീകരിച്ച രാജ്യം. യൂറോ എന്ന് പറയുന്ന കറൻസി അംഗീകരിച്ച രാജ്യം. എന്നാൽ നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ യൂറോപ്പ് കോമൺ മാർക്കറ്റായി. യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. കൽക്കരികൾ ഇരുമ്പും വ്യാപാരം ചെയ്യാൻ 6 രാജ്യങ്ങൾ ഒന്നിച്ചുകൂടിയതാണ്. കൽക്കരിയും ഇരുമ്പും വ്യാപാരം ചെയ്യാൻ 1990 നിങ്ങൾ ശ്രദ്ധിച്ചാൽ കമ്മ്യൂണിസം തകരുകയാണ് റഷ്യയിൽ. USSR ഇല്ലാതാകുന്നു. അരിക ചുറ്റുവാൾ ചെങ്കൊടി താഴെ ഇറക്കിയവർ. ഇന്ന് റഷ്യക്ക് ആ ചെങ്കൊടി ഇല്ല. നിങ്ങൾ ഓർക്കണം, 1990 കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നു. ഈ യൂറോപ്പിന്റെ അതിരാണ് റഷ്യ. യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും റഷ്യയുടെ ആയുധപ്പുരയായിരുന്നു. നമ്മൾ പറയുന്നുണ്ട് അയൺ കർട്ടന്റെ പുറകിലുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി 1992 ഈ കമ്മ്യൂണിസം തകർന്ന് 1 വർഷം കഴിയുമ്പോൾ 1992 ഡിസംബർ 12 യൂറോപ്പ് എന്ത് ചെയ്തു? ഒരു കോമൺ മാർക്കറ്റായി. ഒരു കോമൺ മാർക്കറ്റ് ആകുക എന്ന് പറഞ്ഞാൽ എന്നാ? അതിന്റെ അതിർവരമ്പുകൾ എടുത്തു കളയുകയാണ്. കസ്റ്റംസും ഡ്യൂട്ടിയും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിലോട്ട് എന്തെങ്കിലും സാധനങ്ങൾ മറ്റടുത്ത് കിടക്കുന്ന രാജ്യത്തിന് കൊണ്ടുവരാൻ കഴിയുമോ? അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, അതിന് നിബന്ധനകളുണ്ട്. പക്ഷേ യൂറോപ്പ് ഒരു കോമൺ മാർക്കറ്റ് ആകുകയാണ്. അതിന് യൂറോപ്യൻ കോമൺ എന്നായത് 1992 ഡിസംബർ മാസം 12 കമ്മ്യൂണിസം 90 തകർന്നു. ആ 90 തകർന്നു കഴിഞ്ഞപ്പോൾ റഷ്യയുടെ അതിരായിരുന്ന യൂറോപ്പ് സ്വതന്ത്രമായി. ഈ അയൺ കർട്ടൻസിന്റെ പുറകിലുണ്ടായിരുന്ന രാജ്യങ്ങൾ സ്വതന്ത്രമായി. ഈ യൂറോപ്പ് ഒന്നിച്ചു കഴിഞ്ഞു. വ്യാപാരത്തിന് അവരൊന്നായി. അവരുടെ കറൻസി 2002 ആയപ്പോൾ യൂറോ എന്ന് പറയുന്ന ഒരു കറൻസി ഉണ്ടായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ജർമ്മനിയുടെ ജർമ്മൻ ഫ്രാങ്ക് ഇല്ല, ഇറ്റലിയുടെ ഇറ്റാലിയൻ ലിറ ഇല്ല, ഫ്രാൻസിന്റെ കറൻസി ഇല്ല. നോക്കുക, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഈ വലിയ രാജ്യങ്ങൾക്ക് അവരുടെ സ്വന്തം കറൻസി ഇല്ല. അവർ വ്യാപാരം ചെയ്യുന്നത് യൂറോ എന്ന് പറയുന്ന കറൻസിയിലാണ്. നിങ്ങൾ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ അന്തിക്രിസ്തുവിനെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണുകൾ തുറന്നാൽ അന്തിക്രിസ്തു എഴുന്നേറ്റ് വരേണ്ടിയ പുരാതന റോമൻ സാമ്രാജ്യം ഒന്നായി തീരുമ്പോൾ ആഗോളമായി ഒരു ഏകവൽക്കരണത്തിന് വേണ്ടിയുള്ള ശബ്ദവും ഇതുപോലെ വ്യാപാരത്താൽ ഉയരുകയാണ്. ഇത് മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമാണ്. വളരെയധികം രാജ്യങ്ങൾ പ്രോസ്പെറിറ്റിയിലേക്ക് പോയി. എന്താ കാരണം? ഈ മൾട്ടിനാഷണൽ കമ്പനികൾ രാജ്യങ്ങളിൽ വരികയും വ്യാപാരങ്ങൾ തുടങ്ങുകയും ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുകയും രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാകുകയും ചെയ്യുകയാണ്. ഒരു അന്തർദേശീയ വ്യാപാരം വളരെ വ്യക്തമായി നമ്മൾ വചനത്തിലൂടെ കണ്ടു. ഞാൻ വായിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടെ ഒരു വാക്യമെങ്കിലും ഒന്ന് വായിച്ചേക്കാം. 18-ാം അധ്യായം നോക്കിയാട്ടെ. വെളിപാട് ദിവസം 18-ാം അധ്യായം. ഈ 18-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 18-3, അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഓൾ നേഷൻസ്. ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാസംഘം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരായി. ഭൂമിയിലെ വ്യാപാരികൾ, അന്തർദേശീയ വ്യാപാരമാണ് ഈ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, 2000 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ. ആഗോളമായി രാജ്യങ്ങൾ ഒന്നിച്ച്, ആഗോളമായി വ്യാപാരികൾ ഒന്നിച്ച് വ്യാപാരം ചെയ്ത് വ്യാപാരികൾ സമ്പന്നരായി മാറുകയാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു പബ്ലിക് മീറ്റിംഗിൽ എനിക്ക് പ്രസംഗിക്കാൻ ഇന്ന് തുടങ്ങി ചെറുതായിട്ട്. ഇന്ന് വൈകിട്ട് 5 മണിയാകുമ്പോൾ പോണ ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ട് ഇവിടെ. ഞാൻ പ്രസംഗിക്കണം. കഴിഞ്ഞൊരു ദിവസം വേറെ ഒരിടത്തൊരു പബ്ലിക് മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പബ്ലിക് മീറ്റിംഗ് പ്രസംഗിച്ചപ്പോൾ ഇതെടുത്ത് കാണിച്ചു ഈ വ്യാപാര കാര്യങ്ങൾ കൊണ്ട്. നോക്കുക, ഇന്ന് വ്യാപാരം ചെയ്യുന്ന ഒരു വലിയ ധനികരായി മാറുകയാണ് മൾട്ടിനാഷണൽ കമ്പനി. അതിന്റെ കാരണം ഇവിടെ നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ ട്രേഡ്.